തേജോമയനായ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ എന്ത് ചെയ്തു? ഇറങ്ങി. യാക്കോബിന്റെ അടുക്കൽ ഇറങ്ങി. ശലോമോന്റെ അടുക്കൽ ഇറങ്ങി ചോദിച്ചു, നിനക്ക് എന്തു വേണം? ശലോമോൻ പറഞ്ഞു, എനിക്ക് ഇത്രയും ജനത്തെ പരിപാലിക്കാം ജ്ഞാനവും വേണം, പരിജ്ഞാനവും വേണം. നമ്മുടെ കുടുംബത്തെ പരിപാലിക്കണമെങ്കിൽ ജ്ഞാനം വേണം, മക്കളെ പരിപാലിക്കണമെങ്കിൽ ജ്ഞാനം വേണം, കുടുംബത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ജ്ഞാനവും പരിജ്ഞാനം വേണം. ഇല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും സഹോദരങ്ങളെ. കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചു കൊള്ളണം. കുടുംബജീവിതത്തിനകത്ത് ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. നമ്മുടെ മക്കളെ വളർത്തേണ്ട ജ്ഞാനം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ നേരെ ആ കർത്താവിന്റെ കൃപയിൽ വളർത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. കർത്താവ് തന്നാലേ, കൃപ തന്നാലേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ സെക്കൻഡും കർത്താവിനോട് ജ്ഞാനം ചോദിക്കണം, പരിജ്ഞാനം ചോദിക്കണം. കർത്താവേ, മറ്റുള്ളവരോട് സംസാരിക്കേണ്ട ജ്ഞാനം എനിക്ക് വേണം, മറ്റുള്ളവരോട് സംസാരിക്കേണ്ട പരിജ്ഞാനം എനിക്ക് വേണം. എൻ്റെ കർത്താവ്, എൻ്റെ ഭവനത്തിനകത്ത് ഇടപെടേണ്ട ജ്ഞാനവും പരിജ്ഞാനം വേണോ? ജ്ഞാനം പരിജ്ഞാനം നമുക്കില്ലെന്നുണ്ടല്ലോ അനേകർ നമ്മൾ വെറുക്കാനിടയായി തരും, ഒറ്റപ്പെടുത്താനിടയായി തരും. കാരണം അവർക്ക് അത് അരോചകമായി മാറും നമ്മുടെ സംസാരം. പക്ഷേ കർത്താവ് നമുക്ക് ജ്ഞാനം തന്നാൽ, കർത്താവ് പരിജ്ഞാനം തന്നാൽ, ഓരോ സന്ദർഭങ്ങളിലും കർത്താവിൻ്റെ ഹിതപ്രകാരം സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കർത്താവ് നമുക്ക് കൃപ തന്നാൽ അത് പ്രയോജനമാണ്. അപ്പോൾ ശലോമോൻ പറഞ്ഞു, കർത്താവേ, ഈ ജനത്തെ ന്യായപാലനം നടത്തണമെങ്കിൽ ജ്ഞാനത്തെ പരിജ്ഞാനത്തെ തരണമേ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിനെ ന്യായപാലനം ചെയ്യാൻ ആർക്ക് കഴിയും? അടുത്ത് അതിന് ദൈവം ശലോമോനോട് ക്വസ്റ്റ്യൻ നോക്കിയേ, ആൻസർ നോക്കിയേ. ദൈവം ചോദിച്ച ക്വസ്റ്റ്യനും ആ മനുഷ്യൻ പറഞ്ഞ ആൻസർ നോക്കിയേ, ജ്ഞാനവും പരിജ്ഞാനവും. അതിന് ദൈവം കൊടുത്ത മറുപടി നോക്കിയേ. അതിന് ദൈവം ശലോമോനോട് ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം സമ്പത്ത് മാനം. ധനം ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, മാനം ചോദിച്ചില്ല. അടുത്ത് ശത്രു നിഗ്രഹം ചോദിച്ചില്ല. എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിൽ ന്യായപാലനം ചെയ്യേണ്ടതിന് ഞാൻ നിന്നെ എവിടെ ആക്കി വെച്ചോ അവിടെ ന്യായപാലനം. വീട്ടമ്മമാരാക്കി വെച്ചവർക്ക് അവിടെ ന്യായപാലനമുണ്ട്, കുടുംബനാഥന്മാർക്ക് അവിടെ ഉണ്ട്, ജോലി സ്ഥലത്ത് അവിടെ, നമുക്കൊരു ഗവൺമെൻറ് ജോലിട്ട് അവിടെയും ഉണ്ട്, സ്കൂളിലാണെങ്കിൽ അവിടെയും, ഭവനത്തിനകത്തും പുറത്തും ആലയത്തിനകത്ത് അവിടെയും. ആലയത്തിനകത്ത് നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഒരുപാട് ശുശ്രൂഷയുടെ ഭാഗങ്ങൾ ചെയ്യുന്നവരാണ്. അവിടെയും ദൈവം ഒന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും എന്ത് ചെയ്യണം. അവിടെ പറയുകയാണ്, നിന്നെ ഞാൻ ഏൽപ്പിച്ചെടുത്ത് ഉള്ള കാര്യമാണ് ആര് ചോദിച്ചേ? പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം നോക്കി, അതാ വിശാല ഹൃദയം. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിനെ ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അടുത്ത ജ്ഞാനവും വിവേകവും കൊടുത്തു. അടുത്ത വരി, അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരും ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ. അർത്ഥം എന്താ? ശലോമോന് മുമ്പും ശലോമോന് ശേഷവും കിട്ടാത്തത്. ഇതുവരെയും ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ 2024 വരെ ആർക്കും കിട്ടിയിട്ടില്ലാത്തതാണ് ഇതാ കൊടുക്കാൻ പോകുന്നത്. പണ്ടും കർത്താവ് ആരംഭം മുതൽ സൃഷ്ടിച്ച ഓരോ സൃഷ്ടിപ്പിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജനത്തിലും ഇത് കൊടുത്തിട്ടില്ല ആർക്കും. ഇപ്പം ഈ 2024 വരെ ആർക്കും കിട്ടി. ഇനി കിട്ടാനും പോകാത്ത കാര്യമാണ്. വായിച്ചേ. ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും. കണ്ടോ? ധനം, സമ്പത്ത്, മാനം ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. 3 കാര്യം. ആദ്യം 2 കാര്യം ചോദിച്ചത് കൊടുത്തു, അത് കഴിഞ്ഞ് ചോദിക്കാത്ത 3 കൂടെ കൊടുത്തു. കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പ് വിശ്വസ്തയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് ചോദിക്കാത്തതും കൂടെ തരാ. കണ്ടോ? ചോദിക്കുന്നത് മാത്രമല്ല, ചോദിക്കാത്തതും കൂടെ വിശ്വസ്തയോടെ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന പൈതലിനെ കൈവിടുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ആരാധിക്കുന്നവൻ്റെ ആരാധനയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാല ആരാധനയ്ക്ക് യോഗ്യനായ ആരാധിപ്പാൻ യോഗ്യനായ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ സകല നാമത്തിന് മേലായ നാമമുള്ള യേശു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 2 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. 2 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം 14 വചനം മുതൽ വായിച്ചേ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ. എല്ലാവരും വേദപുസ്തകം തുറന്ന് എല്ലാവരും വേദപുസ്തകം തുറക്കണം. ഇത് വേദപുസ്തകത്തിലുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് മൊത്തത്തിൽ ഒരു അഴിച്ചുപൊഴി വേണം. കർത്താവിൻ്റെ മക്കളെ കർത്താവ് വിളിച്ചിറക്കിയാൽ കർത്താവ് കൂടെ ഇരിക്കും. മക്കൾക്കൊരു പ്രമാണമുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന മകന് മകൾക്കൊരു പ്രമാണമുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന പൈതലിന് യാത്രയ്ക്കൊരു പ്രമാണമുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന പൈതലിന് സ്വത്രം പോകുമ്പോൾ വരുമ്പോൾ ഒരു പ്രമാണമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയ്ക്കകത്ത് ഒരു പ്രമാണമുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിൻ്റെ മകനാണോ മകളാണോ ഒരു പ്രമാണം
പ്രമാണമുണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തും പോകുന്നിടത്ത് പോകാൻ പറ്റത്തില്ല, എല്ലായിടത്തും നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റത്തില്ല, എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് കാര്യം ഞാൻ എപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, പ്രാവ് എവിടെയെങ്കിലും പോകുമ്പോൾ അല്പം അഴുക്ക് പറ്റിയാൽ ആ പ്രാവ് കൊണ്ടുവന്നത് തൻ്റെ അഴുക്കിനെ എന്ത് ചെയ്യും? അതിനെ മാറ്റിക്കളഞ്ഞ് ശുദ്ധീകരിക്കും അല്ലേ, അഴുക്ക് മാറ്റും. എന്നാൽ കാക്ക അങ്ങനെയല്ല. കാക്ക എവിടെ പോയാലും സ്വത്രം, എവിടെ നോക്കിയാലും കാക്ക കാണുന്നത് അവിടെ തന്നെ ഇരുന്ന് എല്ലാം അത് നല്ല രീതിയിൽ അത് ആസ്വദിക്കും. ദൈവത്തിന് സ്വത്രം. എന്നാൽ പ്രാവ് അങ്ങനെയല്ല. പ്രാവ് ആസ്വദിക്കും ദൈവഹിതം മാത്രം. ക്രിസ്തുവിൻ്റെ മണവാട്ടി ആസ്വദിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആരാധിക്കുന്നതും സ്വത്രം പ്രാപിക്കുന്നതും എല്ലാം ക്രിസ്തുവിനുള്ളത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മണവാട്ടികൾക്ക് മാത്രമേ അതിന് പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ മകനായി മകളായി മാറിയാൽ നമുക്കൊരു വേർപാടുണ്ട് പൈതലേ. ഹല്ലേലൂയ. എല്ലായിടത്തും നിൽക്കാൻ പറ്റത്തില്ല, എല്ലായിടത്തും പോയി സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലാത്തിൻ്റെയും കൂടെ കൂടാൻ പറ്റത്തില്ല, എല്ലാവരോടും ഇടപെടാൻ പറ്റത്തില്ല. പോകാം, എല്ലാ ആവശ്യത്തിനും പോകാൻ പാടില്ലെന്നല്ല, കല്യാണത്തിന് പോകാൻ പാടില്ലെന്നല്ല, അതൊന്നും അല്ല ഇതിന്റെ അർത്ഥം. വായിച്ചേ 14 വചനം വായിച്ചേ. നിങ്ങൾ അവിശ്വാസികളോട് 2 കൊരിന്ത്യർ 6:14 വായിക്കുന്നത്. വായിച്ചേ. ഇണയല്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ? എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അടുത്ത് അല്ല. അവിശ്വാസിയുമായി എന്ത് ഓഹരി? അവിശ്വാസിയുമായി എന്ത് ഓഹരി? കണ്ടോ? അവിശ്വാസിയുമായി ഒരു ഓഹരിയും ഇല്ല. അടുത്ത വരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അടുത്ത വരി. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. നമ്മൾ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. കർത്താവ് വസിക്കുന്ന ആലയമാണ് ഞാനും നിങ്ങളും. കഴിഞ്ഞ നാളുകളിൽ ശത്രു വസിച്ച ആലയമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. യേശു എന്നിലും ഞാൻ എൻ്റെ യേശുവിലുമാണ്. ഹല്ലേലൂയ. ഇനി എനിക്ക് ആവശ്യമില്ലാത്തടത്ത് ഒരു കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ ഞാൻ എവിടെ ഇരിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നിടത്ത് നിന്ന് ആരാധിക്കണം. കാരണം എന്താ? സ്തോത്രം. എൻ്റെ കർത്താവ് എന്നെ അറിയുകയും ഞാൻ എൻ്റെ കർത്താവിനെ അറിയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഞാൻ കർത്താവിലും കർത്താവ് എന്നിലുമാണ്. അപ്പൊ അവിശ്വാസികളോട് ഇണയല്ലാതെ പിണ പാടില്ല. അവരെ ഒരു ആചാരവും ഒരു ആഘോഷത്തിനും ഒരു ചടങ്ങിനും ഒന്നും നമ്മളെ ഒന്ന് തലയിട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ചിലർക്കൊക്കെ പിണക്കമൊക്കെ തോന്നും. അതൊന്നും നമുക്ക് കർത്താവിനെ പിണക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനെ പിണക്കുമോന്ന് പനി ആയവരും ഇനി പിണങ്ങിപ്പോവും, എൻ്റെ പേര് കുറയും, എൻ്റെ വില കുറയും, എൻ്റെ നില കുറയും, എന്നെ എന്തോ ഒന്ന് ചിന്തിക്കും, ആൾക്കാർ പറയട്ടെ ഒന്നല്പം. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ആൾക്കാർ പറയാൻ നമ്മൾ നിന്ന് കൊടുക്കും. പക്ഷെ ദൈവം നമ്മളെ നോക്കുമ്പോൾ കരയുകയാണ്. കാരണം സത്യവചനം കേട്ടിട്ട് വീണ്ടും ചെന്ന് സ്വത്ര ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം വേദനിക്കുകയാണ്. ഇത്രയും വചനം കേട്ടിട്ടും ഇത്രയും ആലോചനകൾ കിട്ടിയിട്ടും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാതെ പല സ്ഥലങ്ങളിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ വേദനിക്കുകയാണ്. വായിച്ചേ അടുത്തവരി. നമ്മൾ ആരാണ്? യേശു വസിക്കുന്ന ആലയമാണ്. എൻ്റെ ശരീരം യേശു വസിക്കുന്ന ആലയമാണ്. നിങ്ങളുടെ ശരീരം യേശു വസിക്കുന്ന ആലയമാണ്. യേശു വസിക്കുന്ന ആലയത്തിലുള്ള ഒരു അവയവമാണ് വായ്. ഈ ആലയത്തിനകത്തിരുന്ന് ചീത്ത വിളിക്കാൻ പാടുണ്ടോ? ഈ ആലയത്തിന്റെ ഒരു ഭാഗമാണ് കൈ. ഈ കൈ ഇടി കൊടുക്കാൻ പാടുണ്ടോ? പറ. ആരാ തല? ക്രിസ്തു തല. ഈ കൈ ഇടി കൊടുക്കാൻ പാടുണ്ടോ? ചീത്ത വിളിക്കാൻ പാടുണ്ടോ? പതുക്കെ 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 ആരും കേൾക്കാതെ രഹസ്യമായിട്ട് ചെറുതായിട്ടുള്ള ചീത്ത വിളി. ഇങ്ങനെ കണ്ടിട്ടില്ലേ ചിലർ ചീത്ത വിളിക്കുന്നത്? അയൽവക്കത്ത് ആരും കേൾക്കല്ല. നല്ല രീതിയിൽ അടുത്ത് നിൽക്കുന്ന ആള് കണ്ണുകൊണ്ട് ചീത്ത വിളിക്കുന്നവരുണ്ട്. ചുണ്ടനക്കി ശബ്ദം വരാതെ അത് വിളി കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇന്ന ചീത്ത വിളിച്ചതെന്നറിയാം. വ്യക്തമായിട്ട് അവർക്ക് അറിയാം. പൈതലെ, നീ ചിന്തിച്ചോ, ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഓടി അങ്ങ് രക്ഷപ്പെട്ടോളണം. കർത്താവിൻ്റെ മണവാട്ടി ആ സാന്നിധ്യത്തിനകത്തോട്ടങ്ങ് പൊതിഞ്ഞു അകത്തങ്ങ് ഇരുന്നോളണം. ആ കൃപയ്ക്കകത്തങ്ങ് ഇരുന്നോളണം. അഭിഷേകത്തിനകത്തങ്ങ് ഇരുന്നോളണം. ദൈവശക്തിക്കകത്തങ്ങ് ഇരുന്നോളണം. ദൈവത്തിൻ്റെ കൃപയ്ക്കകത്തങ്ങ് ഇരുന്നോളണം. മനുഷ്യൻ വേദനിച്ചു. അയൽവക്കത്തുകാർക്ക് മുമ്പിൽ എനിക്ക് എങ്ങനെയുണ്ട്, ബഹുമാനം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ മുമ്പിലോട് നമ്മൾ നോക്കാറില്ല. കർത്താവിൻ്റെ ആലയമാണ് നമ്മൾ. കർത്താവ് വസിക്കുന്ന ആലയമാണ് നമ്മൾ. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ഈ ശരീരം കൊണ്ട് പാപം ചെയ്യേണ്ട ശരീരമല്ല ഇത്. എൻ്റെ അപ്പൻ്റെ മഹത്വമായി മാറേണ്ട ശരീരമാണ്. ഈ കണ്ണ് മഹത്വമാകണം, ഈ കാത് മഹത്വമാകണം, ഈ വായ് മഹത്വമാകണം, കൈകാലുകൾ മഹത്വമാകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വരി വായിച്ചേ. ഞാൻ അവരിൽ വസിക്കുകയും നോക്കിയേ, ഞാൻ അവരിൽ വസിക്കുകയും
അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവരിൽ വസിക്കുകയും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എല്ലാവരും ശ്രദ്ധിക്കണം, വേദപുസ്തകം എല്ലാവരും തുറന്നേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പിൻ. സൂക്ഷ്മതയോടെ ഇരിപ്പിൻ. അന്യ ദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത്. അന്യ ദൈവങ്ങളുടെ നാമം വായിൽ പോലും എടുക്കരുത്, കീർത്തിക്കരുത്. അടുത്ത വരി. അത് നിന്റെ വായിൽ നിന്ന് കേൾക്കുകയും അരുത്. അത് നിന്റെ വായിൽ നിന്ന് കേൾക്കുകയും അരുത്. സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം. മതി മതി. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ആദരം കൊണ്ട് ഇതൊന്നും സംസാരിച്ചുകൂടാ. ഇതിന്റെ ഒന്നും നാമം പോലും നമ്മൾ എന്ത് ചെയ്യല്ലേ, എടുക്കരുത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12-ാം വചനം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. ലേവ്യ പുസ്തകം 26-ന്റെ 12-ാം വാക്യം വായിച്ചേ. 26-ന്റെ 12 വായിച്ചേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കണ്ടോ, നമ്മള് ഇടയിൽ ആര് സഞ്ചരിക്കുകയാണ്? കർത്താവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊരിന്ത്യർക്ക് ലേഖനത്തിന് വായിച്ച എങ്ങനെ 6-ന്റെ 16-ാം വാക്യം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. അപ്പൊ ഞാൻ യേശുവിന്റെ മകനായി കഴിഞ്ഞാൽ, മകളായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരുവൻ നടക്കുകയാണ്. ആരാ? യേശു ക്രിസ്തു. നമ്മൾ ചെയ്യുന്ന എല്ലാ ദൈവം കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ ചെയ്യുന്നതെല്ലാം എൻ്റെ ദൈവവും കാണുന്നു. എവിടെ പോയാലും കാണുന്നു. വീട്ടിലുള്ളവർ കണ്ടില്ലെങ്കിൽ എൻ്റെ ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ഇപ്പൊ വായിച്ച വചനം ലേവ്യ 26:12. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവിലേക്ക് ഒരു പൈതൽ വരുമ്പോൾ കർത്താവ് നമ്മുടെ നടുവിൽ സഞ്ചരിക്കും. സഞ്ചരിച്ച് കർത്താവിൽ ജീവിക്കുന്ന പൈതലിന് പുതിയൊരു ഹൃദയം കൊടുക്കും, പുതിയൊരു ആത്മാവിനെ കൊടുക്കും. കർത്താവിന്റെ മകനാക്കി മകളാക്കി മാറ്റും. ആ കല്ലായുള്ള ഹൃദയത്തെ കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോഴും, യിരെമ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യെഹെസ്കേൽ 11-ന്റെ 19-20. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ന്റെ 19-20. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം, എങ്ങനെയുള്ള ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന, വചന അനുസരിക്കുന്ന, കൽപ്പനകളുടെ പാതകൾ പോകുന്ന വേറൊരു ഹൃദയം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പച്ചാ, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഹൃദയം പാപം നിറഞ്ഞതായിരുന്നു, പക്ഷേ ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ അത് മാറ്റിയിട്ട് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. വചനം അനുസരിക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. അടുത്ത വാക്യം വായിച്ചേ. നൽകുകയും, അടുത്ത് പുതിയ ഹൃദയം നൽകുക മാത്രമല്ല, പുതിയൊരു ആത്മാവിനെ കണ്ടോ ഉള്ളിലാക്കും. കർത്താവ് നടക്കുക മാത്രമല്ല, പുതിയ ഹൃദയം തരിക മാത്രമല്ല, അതിനകത്തൊരു ആത്മാവിനെ കൂടെ തരും. ആരുടെ ആത്മാവ്? യേശുപ്പച്ചന്റെ ആത്മാവ്. ഈ ആത്മാവ് ഉണ്ടെങ്കിലേ ക്രിസ്തുവിന്റെ വചനപ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. കണ്ടോ, കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഇനി 24:7 യിരെമ്യാവിന്റെ പുസ്തകം 24:7. അപ്പൊ കർത്താവ് നടക്കുക മാത്രമല്ല, ഹൃദയത്തെ പുതിയ ഹൃദയം തന്ന്, പുതിയ ആത്മാവിനെ തന്ന്, കർത്താവിന്റെ വചനപ്രകാരം നടക്കാൻ, വചനപ്രകാരം പോകുവാൻ, വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ, നമ്മളെ നടത്തുവാൻ ഈ ദൈവം എപ്പോഴും ഉണ്ട്. കർത്താവിന്റെ മകനായി മകളായി മാറിയാൽ നമ്മളെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പഴയ നിയമകാലത്ത് കർത്താവിന്റെ മക്കളോട് കൂടെ ദൈവം സഞ്ചരിച്ചു. ദൈവം കൂടെ ഉണ്ടായിരുന്നു, ദൈവം എപ്പോഴും ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണാൻ ഇടയെത്തിരുന്നു. അവരുടെ അടുക്കൽ ഇറങ്ങി വന്നു, ദൈവം സംസാരിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം അവർ കാണാൻ ഇടയെത്തിരുന്നു. ശലോമോന്റെ അടുക്കൽ വന്നു, യാക്കോബിന്റെ അടുക്കൽ വന്നു, അബ്രാമിന്റെ അടുക്കൽ വന്നു, അതുപോലെ പഴയ നിയമത്തിൽ ഒരുപാട് അടുക്കൽ വന്നു, അതുപോലെ പുതിയ നിയമത്തിനകത്ത് വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഇന്ന് നമ്മളോട് കൂടെ ആരുണ്ട്? യേശുവുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുവുണ്ട്. പുതിയൊരു ഹൃദയം തന്നിട്ടുണ്ട്, പുതിയ ആത്മാവിനെ തന്നിട്ടുണ്ട്. കർത്താവ് നമ്മളിൽ വസിക്കുന്ന ഒരു ശരീരമാണ് നമ്മുടെ ശരീരം. ക്രിസ്തു യേശുവിന്റെ ആലയമാണ്. ഈ ആലയം വിശുദ്ധമായിരിക്കണം. ഈ ആലയം പാപം വിട്ടുതിരിയണം. വെളിപ്പാട് വായിച്ച യിരെമ്യാവിന്റെ പുസ്തകം 24:7 വായിച്ചേ. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം, ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്കവണ്ണമുള്ള ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. കണ്ടോ, ഞാൻ യഹോവ എന്ന് അറിയണം. കണ്ടോ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പച്ചാ, അങ്ങ് യഹോവ എന്നറിയാൻ, അങ്ങ് സത്യദൈവം എന്നറിയാൻ, അറിഞ്ഞങ്ങ് ആരാധിക്കാൻ ഒരു ഹൃദയം എനിക്ക് വേണം. ഓ ജീസസ്, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചാ വരി.
ഞാൻ യഹോവ എന്ന്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പള്ളിയിലും പോകും, പള്ളിയിൽ ചെന്ന് അങ്ങനെ ഇരിക്കും, കണ്ടിട്ട് അങ്ങ് പോകും. മറ്റങ്ങനല്ല. കർത്താവേ, അങ്ങ് യഥാർത്ഥമായിട്ടൊന്ന് കണ്ടിട്ട് എനിക്കൊന്ന് ആരാധിക്കണം. അങ്ങ് അനുഭവിച്ച് അവനെ ഒന്ന് ദൈവം നമ്മളെ നടുവിലുണ്ട്, ദൈവം നമ്മളിൽ വാസിക്കുന്നുണ്ട്. ദൈവം ഇരിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. പിന്നെയോ കർത്താവ് എപ്പോഴും നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് പുതിയ ഹൃദയം തരും, പിന്നെ പുതിയ ആത്മാവിനെ തരും, കല്ലായിട്ടുള്ള ഹൃദയം മാറ്റും. വീണ്ടും ഇരമ്യാവിൽ പറയുന്നു, വായിച്ചേ ഒന്നുകൂടെ. ഇരമ്യാവിന്റെ പുസ്തകം 24:7 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് കർത്താവേ അങ്ങേ അറിയേണ്ടുമണ്ണം ഒന്ന് അറിയുന്നൊരു പുതിയ ഹൃദയം. അങ്ങ് അറിഞ്ഞ് ആരാധിക്കണം, അങ്ങേ കണ്ടാരാധിക്കണം. അങ്ങയുടെ ശബ്ദം കേട്ട് എനിക്ക് ആരാധിക്കണം, അങ്ങേ മനസ്സിലാക്കി ആരാധിക്കണം, അങ്ങയുടെ ഹിതപ്രകാരം ആരാധിക്കണം, അങ്ങയുടെ പദ്ധതി പ്രകാരം ആരാധിക്കണം, അങ്ങയുടെ വചനപ്രകാരം ആരാധിക്കണം. അങ്ങ് പ്രസാദിക്കുന്ന ഒരു ജീവിതം വെളിപ്പെടണം. പള്ളിക്കകത്ത് മാത്രമല്ല, പുറത്തിറങ്ങുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും ജോലി സ്ഥലത്തും അങ്ങേക്ക് മഹത്വമായി എനിക്ക് മാറണം. പാവത്തെ ജയിച്ച് ഒരു വിശുദ്ധ പൈതലായി ക്രിസ്തു യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ. ആമേൻ, ആമേൻ, ആമേൻ. എത്രയൊക്കെ ആഗ്രഹമുണ്ട് കർത്താവ്, എനിക്ക് ജോലി സ്ഥലത്ത് ക്രിസ്തുവിനെ കണ്ട് എനിക്ക് ആരാധിക്കണം. അപ്പൊ അവിടെയും അങ്ങയുടെ മുമ്പിൽ നിന്ന് വേണം എനിക്ക് ജോലി ചെയ്യാൻ. കർത്താവ്, എന്റെ വീട്ടിനകത്ത് എനിക്ക് അങ്ങേ കാണണം. എന്റെ കർത്താവ് പ്രാർത്ഥന മുറിക്കകത്ത് മാത്രമല്ല, പള്ളിയിൽ മാത്രമല്ല, എവിടെ പോയാലും എനിക്ക് അങ്ങ് കണ്ടാരാധിക്കണം. അങ്ങയുടെ മഹത്വമായി മാറണം. യേശുവേ, അപ്പനെ കാണുവാൻ ഒരു ഹൃദയം എനിക്ക് തരേണം. ഹല്ലേലൂയ. കണ്ടോ, വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. തക്ക ഹൃദയം, തക്കതായിട്ടുള്ള ഹൃദയം. എവിടെ പോകുമ്പോഴും എൻ്റെ അപ്പനെ കണ്ട്, എവിടെ പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ അപ്പനെ കണ്ട്. അമ്മേ, നിങ്ങൾക്ക് എത്രയൊക്കെ ആഗ്രഹമുണ്ട് സ്നേഹിതരെ, പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക്, അങ്ങനെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ദൈവത്തെ കണ്ട ഒരാളിനെ ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പറയും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. നമുക്ക് എത്രയൊക്കെ ആഗ്രഹമുണ്ട്, വീട്ടിനകത്താകട്ടെ, പുറത്താകട്ടെ, ദേശത്താകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, പ്രതികൂലങ്ങൾക്കകത്താകട്ടെ, പ്രതിസന്ധിയുടെ അകത്താകട്ടെ, ഒറ്റപ്പെടലിൻ്റെ അകത്താകട്ടെ, എല്ലാവരും മാറ്റിവിടുന്ന സമയത്താകട്ടെ, അവിടെയും എവിടെയും സന്തോഷവേളയ്ക്കകത്താകട്ടെ, ദുഃഖത്തിൻ്റെ വേളയ്ക്കകത്താകട്ടെ, എൻ്റെ അപ്പനെ കണ്ടൊന്ന് സ്തുതിക്കാൻ. പള്ളിക്കകത്ത് വരുമ്പോൾ, വീട്ടിനകത്തിരിക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, എൻ്റെ അപ്പനെ കണ്ടൊന്ന് ഓടിക്കാൻ. എത്രയൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളവർ പറഞ്ഞു, അപ്പാ എനിക്ക് ആ കൃപ തരണം യേശുവേ. കണ്ടോ, അപ്പനെ കാണാൻ. ഹല്ലേലൂയ. വീണ്ടും വചനം ധ്യാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21:7 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ച 21:7 വെളിപ്പാട് പുസ്തകം. വേദപുസ്തകങ്ങളെല്ലാം തുറക്കണം. വെളിപ്പാട് പുസ്തകം 21:7 വാക്യം വായിച്ചേ. ജയിക്കുന്നവന് അവകാശമായി ലഭിക്കും. ഇത് അവകാശമായി ലഭിക്കും. അടുത്ത്, ഞാൻ അവന് ദൈവവും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാൻ അവന് ദൈവവും. 6:2 എന്താ പറഞ്ഞേ? 6:16 എന്താ പറഞ്ഞേ? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇവിടെ എന്തോന്നാ പറഞ്ഞേ? 21:7 ഒന്നുകൂടെ വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അവകാശമായിട്ട് ലഭിക്കും. മകനാകും, അപ്പനാകും. ജീസസ് നടക്കും, അപ്പച്ചൻ. ഹല്ലേലൂയ. ജയിക്കണം, ജയിക്കണം, ജയിക്കണം. എല്ലാവരുടെയും കൂടെ നടക്കുമെന്നല്ല, എൻ്റെ അപ്പൻ്റെ പൈതൻ്റെ കൂടെ നടക്കും. എൻ്റെ അപ്പൻ്റെ പൈതൻ്റെ കൂടെ ഇരിക്കും, കൂടെ വരും. രാത്രി വരും, പകൽ വരും. പ്രശ്നങ്ങളെല്ലാം ഉടയ്ക്കും, പ്രതിസന്ധി ഉടയ്ക്കും, അന്ധകാര മണ്ഡലം ഉടയ്ക്കും. നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളെ സ്വർഗത്തിലെ ദൈവം തച്ചുടച്ച് മാറ്റും. നമ്മൾ അറിയത്തില്ല. നമുക്കെതിരെ അവൻ ഒരുക്കിയ പദ്ധതികളെല്ലാം തച്ചുടയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. അപ്പോ 21 വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. വെളിപ്പാട് 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അടുത്ത്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായി. എത്രയൊക്കെ ആഗ്രഹമുണ്ട് ജയിച്ച് മകനാകാൻ. എന്ത് ജയിക്കണം? പാവത്തെ ജയിച്ച് ക്രിസ്തു യേശുവിനാൽ നിറഞ്ഞ് ജഡ മനുഷ്യൻ മരിച്ച് പാവത്തെ ജയിച്ച് ആരാകണം? മകനാകണം, മകളാകണം. ഹല്ലേലൂയ. മകനാകണം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പൻ്റെ മകനാകാൻ, മകളാകാൻ, അപ്പൻ്റെ മകളായി തന്നെ ജീവിക്കാൻ? നമ്മളെല്ലാവരും പരിശുദ്ധന്മാർ സഹായിക്കട്ടെ. ഓരോരോ പ്രതിസന്ധിയും പാപത്തിൻ്റെ ജീവിതം വരുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ ഇതെനിക്ക് ജയിക്കണം, എന്നെ കൊണ്ട് പറ്റത്തില്ല, അപ്പൻ്റെ കൃപ എനിക്ക് തരണേ. കർത്താവേ, ഇവിടെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഒരുക്കമാണ്. യേശുപ്പാ, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. അങ്ങൊന്ന് നിറയണേ അപ്പാ. ഇവിടെ എനിക്ക് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കും. എങ്ങനെ ജയിക്കുന്നവൻ? പാപത്തെ ജയിക്കുന്നവൻ. പാപത്തെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ അങ്ങ് മരിച്ചു കൊടുക്കുക. അവിടെ മാത്രമേ ജയമുള്ളൂ.
ഇല്ലെങ്കിൽ അടി ഉണ്ടാകും. വീട്ടിനകത്ത് വഴക്കുണ്ടാകുമ്പോൾ ഒരാൾ മരിച്ചു കൊടുത്താൽ വീട്ടിനകത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചു, ഭാര്യയും ഭർത്താവ് ഒരുപോലെ നിന്ന് എന്ത് ചെയ്യും? ഒരുപോലെ നിന്ന് എന്ത് ചെയ്യും? എന്നാൽ ഒരാൾ മരിച്ചു കൊടുത്താലോ? എന്ന് അർത്ഥം എന്താ? അവരെന്തോ പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ യേശുവിൽ മരിച്ചു, എനിക്കിനി മറുപടി ഇല്ല. സ്വതന്ത്രം. അപ്പോൾ എന്താ സംഭവിക്കേ? നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല പലപ്പോഴും. രണ്ടും ഒരുപോലെ നിൽക്കുമ്പോൾ കൂട്ട അടി. മരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ എല്ലാ ഭാഗത്ത് നോക്കിയാൽ മതി, ഏത് ഭാഗത്ത് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ചാകാൻ ഏൽപ്പിച്ചു കൊടുത്ത പ്രശ്നം അവിടെ തീരും. പക്ഷേ ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നു, പോട്ടെ, ഞാൻ ചാകാൻ ഏൽപ്പിച്ചു കൊടുത്ത അവിടെ അടിയുണ്ടോ? അല്ലെങ്കിൽ നാളെ ജയിലിൽ രണ്ടുപേരും. ഹല്ലേലൂയ. നമ്മൾ അടി ഉണ്ടാക്കാൻ പോയാൽ പ്രശ്നം വർദ്ധിക്കേ ഉള്ളൂ. ദൈവമുമ്പാകെ വീണ് കിടന്നാൽ പ്രശ്നം സോൾവ് ആണ്. ആമേൻ. ആ ദുർഗന്ധം വമിക്കത്തില്ല. അത് സ്വത്രം പ്രശ്നം ഉണ്ടാകത്തില്ല, അവിടെ പ്രതിസന്ധി ഉണ്ടാകത്തില്ല, അവിടെ പ്രതികൂലം ഉണ്ടാകത്തില്ല. ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, താഴാൻ നമുക്ക് കഴിഞ്ഞാൽ, പോട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, യേശുക്രിസ്തു എബ്രായർ 12 പറഞ്ഞില്ലേ, സ്വത്ര അപമാന ആലസ്യം, പോട്ടെ, എനിക്ക് ആ ശാലിനെ കിട്ടുമല്ലോ, എനിക്ക് ആ ദൈവ മക്കളെ കിട്ടുമല്ലോ, എനിക്ക് ആ ഇന്ന ആളിനെ കിട്ടുമല്ലോ, എനിക്ക് അവനെ കിട്ടുമല്ലോ, എൻ്റെ രാജ്യത്തിൽ എനിക്ക് കൊണ്ടുപോകാമല്ലോ ഇത്രയും മക്കളെ. പോട്ടെ, അവർ പറഞ്ഞത് പോട്ടെ. അപമാനം പോട്ടെ. അപമാനം അലക്ഷ്യമാക്കി യേശു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, അപമാനം അലക്ഷ്യമാക്കാൻ, നിന്ന് അലക്ഷ്യമാക്കാൻ. ചില സ്ഥലത്ത് നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ, കേട്ടില്ലെന്ന് വെക്കാൻ, അവിടെ അടി ഉണ്ടാക്കാതെ ഒന്ന് മരിച്ച് കൊടുക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് താഴാൻ. അപ്പൊ ഞാനിതാ വീഴുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യണമെന്ന് പറയാൻ. ഹല്ലേലൂയ. നമുക്ക് എത്ര കഴിയും? പ്രസംഗിക്കാൻ എന്ത് എളുപ്പമാണ്, പാടാനും പറയാനൊക്കെ എന്ത് എളുപ്പമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയെ മരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് പറ്റത്തില്ല. ഇതിന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം, ആത്മാവ് നമ്മളകത്തിറങ്ങി നമ്മളെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. പിന്നെയോ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിറങ്ങി നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവ് ഇറങ്ങി മരിപ്പിക്കണം. അതിന് പരിശുദ്ധാത്മാവാണ് പാപത്തിൻ്റെ ശക്തികളെ മരിപ്പിച്ച് ജയത്തോടെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളത്. എന്തിനു മാത്രമേ ഉള്ളൂ? പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. ആത്മാവിൻ്റെ ശക്തിയോടെ നിറഞ്ഞോളണം. ഓരോ സെക്കൻഡും പറയണം, കർത്താവേ എന്നെ നിറയ്ക്കണമേ. അപ്പോൾ ഇതിൽ പറയുന്നു കർത്താവിനെ കാണാനുള്ള ഒരു ഹൃദയം. കണ്ടോ? കർത്താവിനെ കാണാൻ മാത്രമല്ല, വെളിപ്പാടിൽ പറയുന്നു ജയിക്കുന്നവൻ, വായിച്ചേ 21:7, ജയിക്കുന്നവൻ ഇത് അവകാശമായി കൊടുക്കും. ഞാൻ അവന് ദൈവവും. നോക്കിയേ, ഞാൻ ആകുമ്പോൾ, അടുത്ത വാക്യം വായിച്ചേ, 6-ാമത്തെ അടുത്ത വാക്യം വായിച്ചേ, 18-ാം 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ഒന്നുകൂടെ മുകളിലുള്ള ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം നമ്മളിൽ വസിക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ജയത്തോടെ ഇരിക്കുന്ന പൈതന്റെ കൂടെ വസിക്കും, കൂടെ നടക്കും, കൂടെ ഇരിക്കും, കൂടെ താമസിക്കും. രാത്രി എന്നില്ല, പകലെന്നില്ല, കർത്താവ് കൂടെ നടക്കാൻ ഒരുക്കമാണ്. അടുത്ത വരി, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാണ്. കണ്ടോ? അടുത്ത വരി, എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന്. കണ്ടോ? പാപം ചെയ്യുന്ന പാപത്തിന്റെ നടുവിൽ നിന്ന്, പുറപ്പെട്ട് വേർപെട്ടിരിക്കും. കള്ളത്തിന്റെ നടുവിൽ നിന്ന്, കപടത്തിന്റെ നടുവിൽ നിന്ന്, ദൈവഹിതമല്ലാത്ത എല്ലാത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ, വേർപെടുവീൻ. ആ പാവം നമുക്ക് വേണ്ട, ആ സ്വഭാവം നമുക്ക് വേണ്ട, ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. അപ്പന്റെ മകനാകണമോ, അപ്പന്റെ മകളാകണമോ? ഞാൻ അപ്പന്റെ മകനാണ് എന്ന് പറഞ്ഞാലൊന്നും മകനാകത്തില്ല. ഞാൻ അപ്പൻ്റെ മകളാണ് എന്ന് പറഞ്ഞാലൊന്നും മകളാകത്തില്ല. പക്ഷെ എനിക്ക് ഞാൻ അപ്പ എന്ന് വിളിച്ച് അപ്പ എൻ്റെ അപ്പൻ എന്ന് ഞാൻ പറയുമായിരിക്കും. പക്ഷെ യേശു എന്നെ അംഗീകരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അപ്പ ദൈവമേ യേശുവേ അപ്പ ഞാൻ നിങ്ങളോടും പറഞ്ഞു എനിക്കൊരു അപ്പനുണ്ട്, സ്വർഗത്തിലുണ്ട്, ആ യേശു അപ്പൻ എൻ്റെ അപ്പനാണ് എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചോ, നിങ്ങൾ വിശ്വസിച്ചെന്ന് വെച്ചോ. പക്ഷെ എന്നെ യേശു സ്വീകരിക്കണമെങ്കിൽ ഞാൻ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആളായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് പറയാം യേശുവിൻ്റെ അപ്പൻ, പക്ഷെ യേശു എന്നെ മോളായി അംഗീകരിക്കണമെങ്കിൽ ഞാൻ വേർപെടേണ്ട സ്ഥലത്തുനിന്ന് വേർപെട്ടേ തീരും. അല്ലാതെ എന്നെ അംഗീകരിക്കുന്ന ഒരാളല്ല യേശു. യേശുവിൻ്റെ മകളായി എന്നെ അംഗീകരിക്കുക ഇല്ല. ഞാൻ യേശുവിൻ്റെ പൈതലായി മാറാത്തടത്തോളം കാലം യേശു എന്നെ അംഗീകരിക്കത്തില്ല സഹോദരങ്ങളെ. ഞാൻ തോന്നിയ ദിവസം പോലെ ജീവിച്ചാൽ എൻ്റെ യേശുവിനെ ഞാൻ അപ്പ എന്നൊക്കെ വിളിക്കും. അപ്പൻ യേശു അപ്പച്ചൻ ഒരിക്കലും പറയത്തില്ല ശാലിനി എൻ്റെ മോളെന്ന്. നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെ മോനെന്നും മോളെന്നും യേശു പറയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷെ യേശു തിരിച്ചു പറയണമെങ്കിൽ പാപത്തോട് വേർപെട്ടിരുന്നേ തീരൂ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? പാപത്തോട് വേർപെട്ടേ തീരൂ. വായിച്ചേ അവരി.
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാവ് 42:20 പറയുന്നു, കൽദരെ വിട്ട് ഓടിപ്പോകുവീൻ. യെശയ്യാവ് 48:20. യെശയ്യാ 52:11 വായിച്ചേ. യെശയ്യാവ് 48:20. യെശയ്യാവിന്റെ പുസ്തകം 48:20 വാക്യം. യെശയ്യാ 52:11. യിരെമ്യാവ് 50:8 വായിച്ചേ. 48:20. ഉല്ലാസഘോഷത്തോടെ കൽദരെ വിട്ട് ഓടിപ്പോകുവീൻ പ്രസ്താവിച്ച് കേൾപ്പീൻ. ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ പോരേണ്ട സ്ഥലത്ത് നിന്ന് വിട്ടോടി പോന്നോളണം. പാപമുള്ള സ്ഥലത്ത് നമുക്ക് വേണ്ട. ആ കാക്കായെ പോലെ എല്ലായിടത്തും നിൽക്കേണ്ട ആളല്ല ഒരു ദൈവം അംഗീകരിക്കുന്ന ഒരു മകൻ. നമ്മൾ യേശുവിനെ അംഗീകരിച്ചു, ഓക്കെ. ദൈവം എന്നെ മകനായി അംഗീകരിക്കണോ വേണ്ടേ? നിങ്ങൾ പറയും, ഞാനും പറയും, ഞാൻ അപ്പ 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 എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പൻ പറയണ്ടേ ശാലി എൻ്റെ മോളെന്ന്? നിങ്ങൾ അപ്പച്ചൻ്റെ മോളെന്ന് പറയണോ വേണ്ടേ? പറയണമെങ്കിൽ പാപത്തോട് വേർപെട്ടേ തീരൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒരു വശത്ത് വൺ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ദൈവം അംഗീകരിക്കത്തില്ല. ദൈവം അംഗീകരിക്കണമെങ്കിൽ വേർപെടേണ്ട സ്വഭാവങ്ങളിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് വേർപെട്ടേ തീരൂ. വായിച്ചേ. ഉല്ലാസഘോഷത്തോടെ കൽദരെ വിട്ട് ഓടിപ്പോകുവിൻ. അടുത്ത് ഇത് പ്രസ്താവിച്ച് കേൾപ്പീൻ. ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുവിൻ. യഹോവ തന്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് മതി. യെശയ്യാ 52:11. 52:11. അടുത്ത് യിരെമ്യാ 50:8. വിട്ടുപോരുവിൻ. അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്. കർത്താവ് എന്നെ മോളായിട്ട് അംഗീകരിക്കണമെങ്കിൽ അശുദ്ധമായതൊന്നും തൊടാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? അശുദ്ധമായ തൊട്ട എന്നെ മോളായിട്ട് ഒരിക്കലും അംഗീകരിക്കൂല. നിങ്ങൾ മക്കളായിട്ട് അംഗീകരിക്കണമെങ്കിൽ അശുദ്ധമായി നമ്മൾ വരാൻ പാടില്ല. നമ്മൾ വേർപെട്ടേ തീരും. അതിന് നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല. അപ്പൻ്റെ മുൻപിൽ മുട്ടുമടക്കി അപ്പച്ചനോട് പറയണം, അപ്പച്ച അങ്ങയുടെ കൃപ എനിക്ക് തന്ന് എൻ്റെ പാപത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുവാൻ കർത്താവിൻ്റെ കൃപ എനിക്ക് തരണമേ എന്ന് ഇതിനകത്ത് ആരെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുക്കൽ ഇറങ്ങി വരികയും ദൈവം തൊടുകയും വിടുവിക്കുകയും ചെയ്യും. ദാഹമുള്ളവനെ ദൈവം നിറയ്ക്കും. ലൂക്കോസ് 15 സ്വത്രം അപ്പൻ്റെ ഇളയ മകൻ സ്വത്രം അപ്പൻ 2 മക്കളുണ്ടായിരുന്നു. ഒരു മോൻ എല്ലാം അപ്പനോട് കൂടെ ചേർന്ന് നിന്ന്, മറ്റേ മകൻ എല്ലാ സമ്പാദ്യവും വാങ്ങി ദേശത്ത് നാട് വിട്ടു പോയി. എല്ലാം വിറ്റ് നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി. ചെയ്യാത്ത പാവമില്ല, നടക്കാത്ത പോകേണ്ട പാതയിലല്ല പോയത്. തനിക്ക് ഇഷ്ടമുള്ള എല്ലായിടത്തും പോയി തൻ്റെ സമ്പത്തെല്ലാം തീർന്നു. അവിടെയുള്ള ഒരു മനുഷ്യനെ ആശ്രയിച്ചു. അവിടെ ചെന്ന് അവർ പന്നി മേയ്ക്കാൻ വിടുമ്പോൾ ഈ മനുഷ്യൻ വിശപ്പ് കൊണ്ട് പന്നി കഴിക്കുന്ന ആഹാരം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അതുപോലും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ അയാൾക്ക് സുബോധം വന്നു. അവിടെ വെച്ച് സുബോധം വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. ഒരു ഉറപ്പെടുത്തു. എന്താ? ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. പറഞ്ഞിട്ട് അവിടെ ഇരുന്നല്ല, തീരുമാനം എടുത്തവൻ ആ ഇരുന്ന പാപം മ്ലേച്ഛതകളെ വിട്ട് ആ അപ്പൻ്റെ അടുക്കലേക്ക് നടന്നു പോയി. എന്താ സംഭവിച്ചേ? നടന്നു പോയപ്പോൾ ലോകം ഒരുപക്ഷെ സ്വീകരിക്കത്തില്ല. ഒരു പാവി തിരിച്ചു വന്ന ലോകം പറയും, ഓ ദൈവത്തിന് സ്തോത്രം. ദേശം പറയും, ഓ ഇവളോ എന്ന് പറയും. പക്ഷെ യേശുപ്പച്ചൻ അങ്ങനെയല്ല. ഒരാൾ ആ പാവത്തെ വിട്ട് തിരിഞ്ഞ് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ തിരിഞ്ഞു വരുമ്പോൾ അപ്പൻ കാത്തിരിക്കുകയാണ്. ഇരു കരങ്ങളും നീട്ടി അവനെ ചേർത്ത് പിടിച്ചിട്ട് അവന് ഉമ്മും കൊടുക്കുകയാണ്. അവനെ ചുംബിച്ച ശേഷം അവനെ കുളിപ്പിക്കാൻ പറയുന്നു, വസ്ത്രം മാറ്റാൻ പറയുന്നു, അവന് കാലിന് ചെരിപ്പിടിക്കാൻ പറയുന്നു, അവന് ചില കാര്യങ്ങളെല്ലാം കൈമാറാൻ പറയുന്ന. അർത്ഥം എന്താ? ഇന്ന് പകൽക്കാലം അതുപോലൊരു അപ്പൻ നമ്മുടെ ആലയത്തിനകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. സ്വത്രം എന്തിനു വേണ്ടി? അപ്പൻ്റെ മകനാക്കി നമ്മളെ മാറ്റാൻ, ചിലതിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ. എല്ലായിടത്തും അലഞ്ഞു തിരിയുന്ന എന്നെ നിന്നെ യേശു മകനായി മകളായി അംഗീകരിക്കത്തില്ല. സ്വത്രം എല്ലായിടത്തും എല്ലാത്തിന്റെ നടുവിലും തലയിടുന്ന എന്നെയും നിങ്ങളെയും യേശു അംഗീകരിക്കത്തില്ല ഒരു മകനായി മകളായി. പക്ഷെ നമ്മളൊരു പക്ഷെ അപ്പ എന്നൊക്കെ യേശുവിനെ വിളിച്ചെന്ന് വരും. പക്ഷെ യേശു എന്നെ മകളായി കാണണമെങ്കിൽ, മകനായി കാണണമെങ്കിൽ, ആ സ്വർഗീയ അവകാശം കിട്ടണമെങ്കിൽ, സ്വർഗത്തിലുള്ള അവകാശം മക്കൾക്ക് മാത്രമേ കിട്ടൂ. ഈ അവകാശം കിട്ടണമെങ്കിൽ, സ്വർഗീയ സൗഭാഗ്യം കിട്ടണമെങ്കിൽ അപ്പന്റെ മകനായി മാറിയേ തീരൂ. നമ്മൾ അപ്പനെ വിളിച്ചെന്ന് കരുതി, യേശുപ്പ ഞാൻ പ്രാർത്ഥിച്ചു, ക്ഷീണം മാറി, പ്രയാസം മാറി, പ്രതിസന്ധി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും മകളാകത്തില്ല. മകളാകണമെങ്കിൽ ആ സ്തോത്രം ദൈവത്തിന് ഹിതമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഓടി ആരുടെ അടുക്കൽ വരണം? യേശുവിൻ്റെ അടുക്കലേക്ക് വരണം. ഈ പഴയതുപോലെ ചെയ്തിട്ട്
ഞാൻ മകൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല, മകനാക്കുകയില്ല. നമ്മൾ പറയും ഞാൻ യേശുവിൻ്റെ മകനാന്ന് പറയും. പക്ഷെ ദൈവം അംഗീകരിക്കണമെങ്കിൽ, ദൈവം മകൻ എന്ന് വിളിക്കണമെങ്കിൽ, ദൈവം മകളെ എന്ന് വിളിക്കണമെങ്കിൽ, ദൈവം നീ എൻ്റെ പൈതൽ എന്ന് പറയണമെങ്കിൽ, പൈതലെ ഞാൻ പറയാം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ വഴിയും വിട്ട് നമ്മൾ ഓടി വന്നേ തീരൂ. അടുത്ത വാക്യം വായിച്ചേ. അശുദ്ധമായതൊന്നും തുടരുത്. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ തന്നെ നിർമ്മലീകരിപ്പിൻ. കണ്ടോ, ഉപകരണം ചുമക്കണമെങ്കിൽ നിർമ്മലീകരിക്കണം. ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ എത്രമാത്രം നമ്മൾ വിശുദ്ധിയോടെ പോകണം. പക്ഷെ നമ്മളെ കൊണ്ട് കഴിവില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പീൻ. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുവടിൽ ലഘുവുമാകുന്നു. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞ് ലഘുവും മൃദുവുമാണെന്ന്. പക്ഷെ നമ്മളെ ശക്തി കൊണ്ട് എല്ലാം അനുസരിക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല സ്നേഹിതരെ. യേശുവിൻ്റെ മുൻപിൽ ഒന്ന് തോറ്റു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, എൻ്റെ അപ്പാ എന്നെ കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ടൊന്നും ഒരു പാവത്തെ ജയിക്കാൻ കഴിയത്തില്ല. യേശുവേ എന്നെ കർത്താവ് തൊടണേ അപ്പാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ശക്തി തരണേ, എനിക്ക് കൃപ തരണേ, ആത്മാവിനെ നിറയ്ക്കണേ, വചനത്താൽ നിറയ്ക്കണേ, ക്രിസ്തുവിൻ്റെ മകനായി മകളായി ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് തക്കതായ ഒരു മറുപടി തരും. വീണ്ടും വചനം വായിക്കുമ്പോൾ വായിച്ച ഇരമ്യാവിന്റെ പുസ്തകം അതിന്റെ 51:6 വായിച്ചേ. ബാലന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തരുടെ താന്താന്റെ പ്രാണൻ രക്ഷിച്ചുകൊള്ളുവിൻ. കണ്ടോ, പ്രാണൻ രക്ഷിച്ചോളണം. ചില സ്ഥലത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് യേശുവിന്റെ അടുക്കൽ ഓടി വന്ന് വീണോളണം. അപ്പന്റെ മകനായി അപ്പൻ പറയണം, നീ എൻ്റെ മകളെന്ന്, നീ എൻ്റെ മകനെന്ന്. ഓ സ്തോത്രം. സംഖ്യാപുസ്തകം 16:26-27 വാക്യം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 16:26-27 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സംഖ്യാപുസ്തകം 16:26-27. അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും, കണ്ടോ, ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകും. കണ്ടോ, അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന്. കണ്ടോ, പാപികളുടെ കൂടെയുള്ള ഇത് കാര്യമോ പറഞ്ഞേ. നമ്മൾ ഇതിലൊന്നും നിൽക്കരുത്. നമ്മൾ പോകുന്ന ഏരിയയിൽ പലതരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാം തികഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ കൂടെ ചില ദിവസം കഴിയുമ്പോൾ എപ്പം വീണെന്ന് ചോദിച്ചാൽ മതി. സ്തോത്രം. വിട്ടു ഓടിക്കൊള്ളണം. കർത്താവിൻ്റെ മകളായി മകനായി അംഗീകരിക്കണമെങ്കിൽ പൈതലെ, എനിക്ക് അപ്പാന്ന് വിളിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ യേശുവിൻ്റെ മകളാണ്. യേശുവിൻ്റെ ഓക്കെ, അത് ഞാൻ പറഞ്ഞതല്ലേ. യേശു ഇതുപോലെ തിരിച്ചു പറയണം, നീ എൻ്റെ മകളെന്ന്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആരാധിക്കാം, പോകാം. സ്വർഗം സൈൻ ചെയ്തിട്ടില്ല. എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ യേശുവിൻ്റെ മകളായി മകനായി മാറണമെങ്കിൽ ചിലതിനോട് വേർപെട്ട് ടാറ്റ പറഞ്ഞേ തീരൂ. ചില പന്ന സ്വഭാവങ്ങളെ വിട്ടേ തീരൂ. ദൈവഹിതമല്ലാത്തതിൻ്റെ എല്ലാം വിട്ട് ഇറങ്ങി വന്നേ തീരൂ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാം നമ്മൾ ഉപേക്ഷിച്ചേ തീരൂ. അടുത്ത വരി വായിച്ചേ. നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകും. അടുത്ത് അവർക്കുള്ള യാതൊന്നിനെയും തുടരുതെന്ന് പറഞ്ഞു. അടുത്ത് അങ്ങനെ അവർ നാദാൻ അബീരാം എന്നവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോയി. അടുത്ത വരി. എന്നാൽ ദാദാനും അബീരാം പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും ദാദാങ്ങളുടെ കൂടാരവാതിൽക്കൽ നിന്നു. അടുത്ത് മോശ പറഞ്ഞത് ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. അടുത്ത് സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ. കണ്ടോ, ഈ ഇവരെ 3 കൂട്ടരെയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവരുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറയാം, പാപം നിറഞ്ഞ മേഖലയിൽ നിന്ന് മാറിയേ തീരൂ. നമ്മൾ യേശുപ്പൻ അപ്പാന്ന് വിളിക്കുന്നുണ്ട്. അപ്പനും കൂടെ അംഗീകരിക്കട്ടെ. അപ്പം പറയട്ടെ, ഇതെൻ്റെ മോളാന്ന്. ഇന്ന് എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, ഞാൻ അപ്പൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൻ്റെ മോളാന്ന്. ആർക്കൊക്കെ പറയാൻ പറ്റും? ഒരുപക്ഷെ സ്തോത്രം സ്ഥാനപ്പെട്ട ആളായിരിക്കാം. നമ്മളെല്ലാം സ്ഥാനപ്പെട്ടവരാണ്. പക്ഷേ സ്ഥാനപ്പെട്ടു, ഓക്കെ. യേശു സൈൻ ചെയ്തോ പൈതലെ, ഞാൻ യേശുവിൻ്റെ മകളാണെന്ന്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കൊരിന്ത്യർക്ക് ലേഖനം വായിച്ചിട്ട് പോയേ. കൊരിന്ത്യർക്ക് ലേഖനം, എന്നിട്ട് 2 യോഹന്നാൻ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കണം. വായിച്ചേ. ഇപ്പൊ വായിച്ച കൊരിന്ത്യർക്ക് ലേഖനം 17-18 അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത് അശുദ്ധമായത് ഒന്നും തൊടാതിരുന്നാൽ. അടുത്ത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. കണ്ടോ, പാപത്തിൽ നിന്ന് നീ വിട്ടുതിരിഞ്ഞ് വന്നാൽ ഞാൻ നിന്നെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും. കണ്ടോ, അപ്പോഴാണ് ആര് പിതാവാകുന്നത്? എൻ്റെ ദൈവം പിതാവാകുന്നത്. അപ്പോഴാണ് പിതാവാകുന്നത്. അടുത്ത്
നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും. കണ്ടോ? ഒന്നുകൂടെ വായിച്ച ആ വരി ഒന്നുകൂടെ വായിച്ച 17 18. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പാപത്തിന്റെ നടുവിൽ നിന്ന്, ലോകമോഹത്തിന്റെ നടുവിൽ നിന്ന്, ഇരുട്ടിന്റെ നടുവിൽ നിന്ന്, ദൈവഹിതമല്ലാത്ത എല്ലാ വഴികളുടെ നടുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളണം. ഹല്ലേലൂയ. വിട്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് വീണില്ല എങ്കിൽ നമ്മളെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഒരിക്കലും മകനെന്നും മകളെന്നും അംഗീകരിക്കത്തില്ല. വായിച്ചേ. അശുദ്ധമായത് ഒന്നും തുടരുത്. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കണ്ടോ? എന്റെ കർത്താവ് എന്നെ കൈക്കൊള്ളണമെങ്കിൽ പാപത്തോട് വേർപെടണം. അനാവശ്യ സ്ഥലങ്ങളിലൊന്നും പൊയ്ക്കൂടാ സഹോദരങ്ങളെ. അവിടെ ഇവിടെ ചെന്ന് നിൽക്കേണ്ടവരല്ല നമ്മൾ. ദൈവത്തെ ആരാധിക്കുന്നത് നമുക്കൊരു കൂട്ടമുണ്ട്, കൂട്ടായ്മയുണ്ട്, ബന്ധമുണ്ട്. ആ ദൈവമായിട്ടാണ് നമ്മുടെ ബന്ധം. അതിനകത്തൊരു പ്രമാണം ണ്ട്. അത് തിരുവചനമാണ്. തിരുവചന പ്രകാരേ പോകാവൂ. ഒരു മനുഷ്യന്റെ പ്രമാണത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നാട്ടു നടപ്പല്ല നമ്മൾ നോക്കേണ്ടത്. ക്രിസ്തുവിന്റെ പ്രമാണം നമ്മളോട് എന്ത് പറയുന്നു, തിരുവചനം എന്ത് പറയുന്നു, അതിനപ്പുറം പോകരുത്. അങ്ങനെ കർത്താവിന്റെ വചനപ്രകാരം നിന്നാൽ ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 1, 5, 6, 7 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 1, 5, 6, 7 വായിച്ചേ. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും. കണ്ട്, ഞാൻ മകളായാൽ മകനായാൽ ഉള്ള നന്മയാണ് പറയുന്നത്. അടുത്തവരി വായിച്ചേ. ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. 5 ആണോ? അടുത്ത 5 വായിച്ചേ. 5, 6, 7. നിയോഗിച്ച് അയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പുത്രത്വം പ്രാപിക്കാനാണ് ദൈവം വിലയ്ക്ക് വാങ്ങിയത്. അടുത്ത വരി. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന. കണ്ടോ? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ, അത് യേശുവിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു. അടുത്ത്. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പാപം വിട്ടു തിരിഞ്ഞ അപ്പന്റെ ആത്മാവിനെ നിറഞ്ഞ കർത്താവ് അംഗീകരിക്കട്ടെ. നീ എന്റെ മകൾ, നീ എന്റെ മകൻ. ഇനി ദാസനല്ല, പുത്രനാണ്. ഒരു പുത്രനാകണമെങ്കിൽ, ഒരു പുത്രിയാകണമെങ്കിൽ പൈതലേ പാപത്തോട് വേർപെട്ടേ തീരൂ. ദൈവഹിതമല്ലാത്ത ഒന്നിന്റെ പുറത്തും പോകരുത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ ലേഖനം അതിന്റെ 11-ാം വാക്യം 2 യോഹന്നാൻ 11 വായിച്ചേ. 1:11 വായിച്ചേ. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. കണ്ടോ? പലരോടും കുശലം പറയാൻ പോലും പാടില്ല. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ കുശലം പറയുമ്പോൾ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചോളണം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും ഈ വായിൽ ക്രിസ്തുവിൻ്റെ മകളാണെങ്കിൽ പറയരുത്. ഹല്ലേലൂയ. അത് സംസാരിക്കേണ്ടവരല്ല നമ്മൾ. ഇനി അത് കേൾക്കേണ്ട കാതും അല്ല കർത്താവ് സൈൻ ചെയ്ത പൈതലിൻ്റെ കാത്. അതൊന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട ആളുമല്ല. സ്തോത്രം. നമ്മൾ യേശുവിൻ്റെ കൂടെയുള്ള, യേശുവിൽ നടക്കേണ്ടവരാണ് മക്കളെ, സഹോദരങ്ങളെ. കർത്താവിൽ നടക്കണം, കർത്താവിൽ വസിക്കണം, കർത്താവിൽ ജീവിക്കണം, കർത്താവിൽ വളരണം. നമ്മുടെ ജീവിതവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല ആതുനിശ്ചയം വേഗം കാണും എൻ മണാളരെ. വ്യർത്ഥമല്ല ആതുനിശ്ചയം വേഗം കാണും എൻ മണാളരെ. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും വ്യർത്ഥമല്ല ആതുനിശ്ചയം വേഗം കാണും എൻ മണാളരെ. വ്യർത്ഥമല്ല ആതുനിശ്ചയം വേഗം കാണും എൻ മണാളരെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകണാൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തകണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശ എൻ പ്രദീപമേ, എന്നാശ ഒന്നു മാത്രമേ അങ്ങെ കാണുവാൻ തേജസ്സിൽ. എന്നാശ
അങ്ങേ കാണുവാൻ നിൻ തേജസ്സിൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാവരും അപ്പാ യേശുവേ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. അവരപ്പാന്ന് യേശുവേൻ ദൈവമേ എന്നൊക്കെ വിളിച്ച് ഭൂമിയിലുള്ള സകലതും ചോദിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. വീട് കിട്ടുന്നവരുണ്ട്, വസ്തു കിട്ടുന്നവരുണ്ട്, രോഗസൗഖ്യം കിട്ടുന്നവരുണ്ട്, അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുന്നവരുണ്ട്. പക്ഷേ സ്തോത്രം, അതെല്ലാം ഈ ഭൂമിയിൽ തീരുന്നതാണ്. അതിന് മകനും മകളും ആകണമെന്നില്ല. അവകാശം കിട്ടണമെങ്കിൽ പിന്നെ എന്ത് കിട്ടണം? അവകാശം കിട്ടണമെങ്കിൽ ആരാകണം? മക്കളാകണം. എൻ്റെ അപ്പൻ്റെ അവകാശം എനിക്ക് കിട്ടണമെങ്കിൽ, സ്വർഗീയ അവകാശം കിട്ടണമെങ്കിൽ, സ്വർഗീയ നന്മ കിട്ടണമെങ്കിൽ, സ്വർഗം ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? മകനാകണം. അപ്പാ എന്നെ ഇന്നത് മാറ്റണേ, മാറ്റി എന്ന് പറഞ്ഞ് മകനാകത്തില്ല. അപ്പച്ചാ എനിക്ക് വീട് വേണം, ആവശ്യമാണ്, അത് തന്നെന്ന് കരുതി മകനാകത്തില്ല. കർത്താവേ എനിക്ക് ഇന്ന കാര്യം വേണം, ചെയ്യണമേ, അത് ചെയ്തു എന്ന് കരുതി അത് മകനാകത്തില്ല, മകളാകത്തില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് നീക്കുവൊക്കെ തരണമേ, തന്നു എന്ന് കരുതി മകനാകത്തില്ല, മകളാകത്തില്ല. അവിടെ ഈ ഭൂമിയിലുള്ളതെല്ലാം ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കും. എൻ്റെ ദൈവത്തിൻ്റെ അവകാശം കിട്ടണമെങ്കിൽ, ക്രിസ്തുവിനെ കിട്ടണമെങ്കിൽ, ക്രിസ്തു എൻ്റെ അകത്ത് വരണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വന്തമായി ഞാൻ മാറണമെങ്കിൽ, സ്വർഗത്തിലെ ഭാഗ്യം കിട്ടണമെങ്കിൽ, സ്വർഗത്തിലെ സകല അവകാശങ്ങൾ കിട്ടണമെങ്കിൽ, സ്വർഗീയ സ്വഭാവം കിട്ടണമെങ്കിൽ, സ്വർഗീയ ഭാവം കിട്ടണമെങ്കിൽ, യേശു നടന്നതുപോലെ നടക്കണമെങ്കിൽ പൈതലേ യേശുവിന്റെ മകനായേ തീരൂ. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 25-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവകാശം ആർക്ക്? ദാനമാർക്ക്. ഈ ലോകത്തിൽ അനേകർക്ക് ദാനം കിട്ടുന്നുണ്ട്, എല്ലാം ദാനമാണ്. ഈ ഭൂമിയിൽ നമുക്ക് വാഹനം ദൈവം തരുന്നുണ്ട്, ദാനമാണ്. അത് ഇവിടെ ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ട് പോകും. എന്നാൽ സ്തോത്രം, അത് മകന് കിട്ടുന്നതല്ല. മകന് കിട്ടുന്ന സ്വർഗീയ ഭാഗ്യമാണ്, സ്വർഗീയ കൃപയാണ്, സ്വർഗീയ വരമാണ്, ക്രിസ്തുവിന്റെ സ്വഭാവമാണ്, പാവത്തെ ജയിക്കുന്ന ഒരു സ്വഭാവമാണ്, ആത്മാവിന്റെ അഭിഷേകമാണ്. ഓ ജീസസ്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തു സംസാരിക്കുന്ന ഒരു കൃപയാണ്, ക്രിസ്തുവിനെ കാണാനുള്ള കൃപയാണ്, ക്രിസ്തുവിന്റെ കൂടെ നടക്കാനുള്ള കൃപയാണ്, ക്രിസ്തുവിന് ഒത്ത മണവാട്ടിയായി പണിയുന്നതാണ് മകൾ. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? കോടിക്കണക്കിന് ജനങ്ങൾ യേശു എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ അനേകരെ യേശുപ്പ യേശുപ്പ എന്ന് വിളിച്ചൊന്നും നമ്മൾ മകനാകത്തില്ല. ആർക്കും വിഷമം തോന്നല്ലേ? മകളാകത്തില്ല. വെറുതെ പറയാം ഞാൻ മകനാണ് മകളാണെന്ന് പറയാം. കർത്താവ് അംഗീകരിച്ചിട്ടില്ല. എന്താ അംഗീകരിക്കത്തെ? എല്ലാ കൂട്ടത്തിനകത്തും ഈ കൂട്ടരുണ്ട്. എവിടെ നോക്കിയാലും അവിടെ ഉണ്ട്. ആരെയും വിഷമിക്കത്തില്ല, എല്ലാത്തിനകത്തും ഉണ്ട്. അവിടെയാണ്, അവിടെ ഉണ്ട്. നമ്പർ 1 താരം. ക്രിസ്തുവിന്റെ പ്രമാണപ്രകാരം കെട്ടുകളെ പൊട്ടിച്ചിറങ്ങാത്ത ആളെങ്ങനെ എന്റെ ദൈവം മോനായി മോളായി അംഗീകരിക്കും? ഇല്ല, അംഗീകരിക്കത്തില്ല. നമ്മൾ പറയും അപ്പനാണ്, അപ്പ 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 അപ്പ. അപ്പൻ കുറെ ദാനമൊക്കെ നമുക്ക് അവകാശം കിട്ടത്തില്ല. സാധാരണ എല്ലാവർക്കും കിട്ടുന്ന എന്തോന്നാ? മക്കളല്ലാത്തവർക്ക് കിട്ടുന്ന അവകാശമല്ല, പിന്നെ എന്തോന്നാ? ദാനം. എന്തോന്നാ കിട്ടുന്നത്? ദാനം. വീട് പ്രാർത്ഥിച്ചു വീട് കിട്ടി, ദാനം. വണ്ടി പ്രാർത്ഥിച്ചു വണ്ടി കിട്ടി, ദാനം. ജോലി പ്രാർത്ഥിച്ചു ജോലി കിട്ടി, ദാനം. നല്ല മാർക്കോടെ പാസ്സാകണം പ്രാർത്ഥിച്ചു, മുട്ടുമടക്കി ഉപവസിച്ചു, നല്ല മാർക്കോടെ പാസ്സായി, ദാനം. പക്ഷേ അവകാശം കിട്ടണമെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ഒന്ന് ആകണമെങ്കിൽ, ക്രിസ്തുവിന്റെ കൃപാവരങ്ങളാൽ നിറയണമെങ്കിൽ, ആ ഒത്ത മണവാട്ടിയാകണമെങ്കിൽ, ഞാൻ പറയാം, ദാനമല്ല വേണ്ടത്, അവകാശം. അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? മകനും മകൾക്കും മാത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? പള്ളി വന്നുകൊണ്ട് അവകാശം കിട്ടത്തില്ല. പിന്നെ മകനാകണം, മകളാകണം. മകളാകണമെങ്കിൽ അശുദ്ധമായതൊന്നും തൊട്ടുകൂടാ. വേർപെടേണ്ടടുത്ത് വേർപെട്ടേ തീരൂ. ഹല്ലേലൂയ. വിടേണ്ടത് വിട്ടേ തീരൂ, കളയേണ്ടത് കളഞ്ഞേ തീരൂ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് അപ്പൻ്റെ അടുക്കൽ വന്നില്ലെങ്കിൽ പൈതലെ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ അപ്പാന്ന് വിളിച്ചാലും അപ്പൻ ദാനങ്ങളൊക്കെ തരും. പക്ഷെ അപ്പൻ്റെ അവകാശം അത് കാത്തിരുന്ന് വേർപെട്ട് ആരാധിച്ച് കർത്താവിനായി നിൽക്കുന്ന പൈതൽ അത് വാങ്ങും. ഹല്ലേലൂയ. ആ മക്കൾക്ക് കിട്ടേണ്ട അവകാശം മക്കൾക്കേ കൊടുക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. മക്കളായിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്കില്ല. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 5-6 വാക്യം വായിച്ചേ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുള്ളത് മുഴുവൻ ആക്കാ കൊടുത്തേ? ഹാഗറിന്റെ മോനില്ലേ കൊടുത്തോ? ഇല്ല. എന്താ കൊടുക്കത്തെ? അത് മോനല്ല. കണ്ടോ, അത് മോനല്ല.
ദൈവത്തിന് സ്വോത്രം. അത് മോനല്ലെന്ന് അവന് കിട്ടിയില്ല. പിന്നെ ആർക്കാ കൊടുത്തേ? ഇസഹാക്കിന് മുഴുവനും എഴുതി കൊടുത്തു. എന്താ കാര്യം? അപ്പൻ്റെ മോന. സ്വർഗത്തിലുള്ളതെല്ലാം എനിക്ക് കിട്ടണമെങ്കിൽ, അവകാശം ആകണമെങ്കിൽ അശുദ്ധമായത് തുടരുത്. പാപത്തോട് വേർപെടണം, ജഡചിന്തകളോട് വേർപെടണം, ഇരുട്ടിന്റെ മേഖലകളോട് വേർപെടണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെ ചിന്തിച്ചോട്ടെ, ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാത്തെയും വലിച്ചു കളഞ്ഞില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങൾക്ക് മകനും മകളുമാകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. ഇസഹാക്കിന് എന്ത് കൊടുത്തു? അവകാശം മുഴുവനും, ഉള്ള സ്വത്ത് മുഴുവൻ ഇസഹാക്കിന് എഴുതി, ഒറ്റയെണ്ണത്തിന് എഴുതിയില്ല. എന്തുകൊണ്ടാണ് എഴുതിയേ? സ്വത്ത് എല്ലാ അവകാശം ആർക്കാ എഴുതി? ഞാൻ എൻ്റെ അല്ലെങ്കിൽ പള്ളി വന്ന് കൈയടിച്ചിട്ട് ദാനം വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാം. എന്തോ ദാനം? ഒരല്പ സമാധാനം കിട്ടി, അത് ദാനം. രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങി, അതെന്താണ്? അവകാശമാണോ ദാനമാണോ? രാത്രി ഒന്ന് സുഖമായിട്ട് ഉറങ്ങി, എന്താ അത്? ദാനം. ചിരിക്കുക, ആ ദാനമാ. ഉറക്കം കിട്ടി എന്തോന്നാ? അവകാശമാണോ ദാനമാണോ? ദാനം. വീട് കിട്ടി, അവകാശമാണോ ദാനമാണോ? എന്നാൽ പാപ മനുഷ്യൻ മരിച്ചു, അത് അവകാശമാണോ ദാനമാണോ? അവകാശം. ഇപ്പൊ പാപം ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പൊ കള്ളം പറയാൻ പറ്റുന്നില്ല, ഇപ്പം ആരോട് വിരോധം തോന്നുന്നില്ല, ആരോടും പക തോന്നുന്നില്ല, 70 വട്ടം ക്ഷമിക്കുന്നു. ഇപ്പൊ ആരോടും ഒന്നും പറയാനില്ല, ആരെ ഉപദ്രവിക്കാൻ കൈ പൊങ്ങുന്നില്ല, ആരെ ഉപദ്രവിക്കാൻ കാല് പൊങ്ങുന്നില്ല. ഇത് ദാനമാണോ അവകാശമാണോ? ഹല്ലേലൂയ. തിരിഞ്ഞ് ആ പാസ്റ്ററോട് ചോദിച്ചു, സാർ ഇത്രയും കഴിവുള്ള, ഇത്രയും ട്രോഫി വാങ്ങിക്കൂട്ടിയ, എവിടെയും പരാജയപ്പെടാവുന്ന സാർ എന്തേ ഒന്നും ഇവരെ തൊട്ടില്ല? തൊട്ടാ മതിയായിരുന്നല്ലോ, തടഞ്ഞെങ്കിലും വെക്കായിരുന്നല്ലോ. അപ്പോൾ 2 കരവും പൊക്കിയിട്ട് ആ ദൈവമനുഷ്യൻ 2 കാലും 2 കൈയും കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ 2 കാലും എൻ്റെ 2 കൈയും എൻ്റെ ശരീരവും യേശുവിൻ്റെ ക്രൂശോട് ചേർത്ത് ആണിയടിച്ചു. ഇനി ഈ കൈ എങ്ങനെ അനങ്ങും? മകനെ കണ്ടോ? നിങ്ങൾ കണ്ടോ മകനെ? ഇതാകണമെങ്കിൽ ഉണ്ടല്ലോ, അപ്പ ആണ്ടവരെ വീട് വേണം, കാറ് വേണം, കിട്ടിയെന്ന് പറഞ്ഞിട്ടാകത്തില്ല. സ്വർഗത്തിലെ അവകാശം എൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിന്റെ സ്വഭാവം എൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിന്റെ ഭാവം എൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിന്റെ ക്ഷമ എൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിന്റെ താഴ്മ എൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ, ഇതൊന്നും ലോകത്തിലുള്ളവർക്കല്ല, ഇതെല്ലാം മക്കൾക്ക് വെച്ചിരിക്കുന്നതാ. ഇത് മക്കൾക്കേ പറ്റൂ. കണ്ടുമുട്ടിയല്ലേ? നീ ഇവിടെ ക്ഷമിക്കാത്തെന്ത്? നീ ഇവിടെ നിന്ന് മാറാത്തെന്ത്? നീ തിരിച്ച് സംസാരിച്ചെന്തിനെ? ഇതൊരു ദൈവമനുഷ്യന്റെ ശബ്ദം. ഞാൻ പറയട്ടെ പൈതലേ, യേശു തിരിച്ചടിച്ചെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? യേശു തിരിച്ചടിച്ചെങ്കിൽ, യേശു തിരിച്ച് ചാടിയെങ്കിൽ
സുബോധം വേണം. പാതിവൃത്യമുള്ളവരും അശുദ്ധി നമ്മുടെ മേൽ വരാതെ നമ്മുടെ മക്കളോട് പറഞ്ഞു, മക്കളെ തൂങ്ങണം. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പുറത്ത് അറിയരുത്. ചിലപ്പോൾ നിന്നെ കരയിക്കുന്ന വിഷയം ആയിരിക്കാം, പക്ഷെ പുറത്തറിയാൻ വിടരുത്. അതിനകത്ത് കൃപയുള്ളവൻ സോൾവ് ചെയ്തോളണം. പുറത്ത് വിടരുത്, പുറത്തറിയരുത്. വീട്ടിനകത്തിരിക്കണം. മക്കൾക്കൊരു തെറ്റ് പറ്റിയാൽ മാതാപിതാക്കൾ മനസ്സിലാക്കി പുറത്തല്ല പറയേണ്ട, അവരെ ഉപദേശിച്ച് ദൈവകരങ്ങൾ കൊടുത്ത് ഒരുമിച്ചിരുന്ന് കരം കോർത്തോടിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ മറ്റൊരാളിന് കൊടുക്കുമ്പോൾ അവരുടെ ഭാവിയെ വെച്ചാണ് മാതാപിതാക്കൾ കളിക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കും, പക്ഷെ ഇന്ന് നിങ്ങൾ 8ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞായിരിക്കും. നിങ്ങൾ തെറ്റെല്ലാവരും വിളിച്ചു പറയും, നിങ്ങളങ്ങ് മറക്കും, അപ്പനും അമ്മയും മറക്കും, പക്ഷെ കേട്ടവർ ഇത് വെച്ച് അളന്നുകൊണ്ടിരിക്കും. ഒരു ദൈവവേലക്കാരോട് വിശ്വസ്തതയുള്ളവരോട് പറയാം, കുഴപ്പമില്ല, വിശ്വസ്തരായിരിക്കണം. അവർ നോട്ടീസ് ഒട്ടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മൊത്തം പറ, അവരൊട്ടിക്കത്തില്ല. അത് ദൈവത്തിൽ വിശ്വസ്തർ, കർത്താവിൻ്റെ കൃപ. അത് അല്ലാത്ത ഒരു മനുഷ്യരോട് നിങ്ങളുടെ മക്കൾ ഏത് ഭാഗത്തോട് ചിലപ്പോൾ പോകേണ്ടി വന്നാലും പറയരുത്. ഇരിക്കുന്ന പൈതലേ, ജ്ഞാനവും പരിജ്ഞാനവും വേണം. പരിജ്ഞാനം വേണം. യോസേഫ് എന്ന ഭക്തൻ ക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെട്ട അഭിഷേകമുള്ള കൃപയുള്ള ഒരു മനുഷ്യൻ. അതോടെ പറഞ്ഞു, കൃപാവരമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പോയെടുത്തെല്ലാം ദൈവത്തെ കണ്ടു. നേരത്തെ പറഞ്ഞില്ലേ ദൈവത്തെ കാണുമെന്ന്? അതിനുള്ള ഹൃദയം ദൈവത്തെ കണ്ടു. പോത്തിഫറിന്റെ ഭാര്യ, അവൾ ഭർത്താവിനെ പേടിച്ചു, പക്ഷെ യോസഫ് ദൈവത്തെ പേടിച്ചു. ആ സ്ത്രീ ഭർത്താവിനെ പേടിച്ചപ്പോൾ യോസഫ് ദൈവത്തെ ഭയപ്പെട്ടു. എന്നത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭയം ഭർത്താവാണോ, ഭാര്യയാണോ, മക്കളാണോ, നാട്ടുകാരാണോ, മാതാപിതാക്കളാണോ, അതോ ദൈവമാണോ? ദൈവമാണെങ്കിൽ വിജയിച്ചു. വീട്ടിലുള്ള മറ്റാൾക്കാരാണെങ്കിൽ തോൽവി അടഞ്ഞു, തോറ്റു. യോസഫിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം ഉണ്ടായിരുന്നു. പോയെടുത്തെല്ലാം ദൈവം. അവിടെ ചെല്ലുമ്പോൾ അവന്റെ ഭംഗി ആ സഹോദരി കണ്ടു ഇഷ്ടപ്പെട്ടു. അവൾ പലപ്പോഴും അവനെ വശീകരിച്ചു. യോസഫ് പറയും, ഞാൻ എൻ്റെ മുൻപിൽ ദൈവത്തെ കാണുന്നു. ഞാൻ എൻ്റെ മുൻപിൽ എൻ്റെ അപ്പനെ കാണുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയട്ടെ, കർത്താവിനെ കാണാം, ദൈവത്തെ ഭയപ്പെടാം, ആത്മാവിൽ നിറയാം, വേർപെടാം, അവകാശം പ്രാപിക്കാം, മകളാകാം, മകനാകാം. ദാനങ്ങളല്ല നമുക്ക് വേണ്ടത്, പിന്നെന്തെന്ന് വേണം? അവകാശം. ദാനം എല്ലാവർക്കും കിട്ടും, ദാനം മാത്രമാവും അല്ലേ? യേശുപ്പച്ച എനിക്ക് ഇതൊരു തിന്ന് ഭക്ഷിച്ച് ഈ ഭൂമിയിൽ കുറെ കാര്യങ്ങൾ നേടുന്ന കുറച്ച് മാത്രം തന്നാൽ, എൻ്റെ അപ്പൻ്റെ അവകാശം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഓടുന്നേ? ഇന്ന് ഇതിനകത്ത് ചിന്തിക്കണം. ഞാൻ നിങ്ങൾ മകനും മകളുമാണോ, അതോ അവകാശിയാണോ, അതോ ദാനം മാത്രം പ്രാപിക്കുന്ന ഒരാളാണോ? കർത്താവ് വിളിച്ച് വേർതിരിച്ച അവരുടെ കൂടെ ദൈവം ഇരിക്കും, ദൈവം നടക്കും, ദൈവം വസിക്കും. വേർപെട്ട് വന്നാൽ ഞാനും നിങ്ങളും എൻ്റെ യേശുവിനെ അപ്പ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ മോളെ മോനെ എന്ന് വിളിക്കും. എത്ര ആഗ്രഹമുണ്ട് എന്നെ യേശു അപ്പം മോളെ എന്ന് വിളിക്കണം, എൻ്റെ അപ്പൻ മോനെ എന്ന് വിളിക്കണം.